ഞാൻ എൻ്റെ ജീവിതത്തിലെ ജന്മം തന്ന അച്ഛനേക്കാൾ ഒന്നാം സ്ഥാനത്ത് നിർത്തിയതും കണ്ടിരുന്നതും എൻ്റെ അമ്മയെ തന്നെയാ. ഈ നിൽക്കുന്ന അമ്മ കഴിഞ്ഞിട്ട് എനിക്ക് എന്തുണ്ടായിരുന്നുള്ളൂ? പഠിക്കുന്ന സമയത്ത് പോലും ക്ലാസ്സിൽ അച്ഛനെയും വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞ ഞാൻ വിളിച്ചോണ്ട് പോകുന്നത് എൻ്റെ അമ്മയായിരുന്നു. അന്ന് അങ്ങനെ ചെയ്തതേ എൻ്റെ അച്ഛനെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. അമ്മയായിരുന്നു എൻ്റെ ബലം. ഈ നിൽക്കുന്ന അമ്മയായിരുന്നു എൻ്റെ ശക്തി. അമ്മ എൻ്റെ കൂടെ ഉണ്ടായ പിന്നെ എനിക്കാരെയും പേടിക്കണ്ടെന്നുള്ള എൻ്റെ അഹങ്കാരം, അത് തന്നെയായിരുന്നു എൻ്റെ അമ്മ. പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ എന്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞോ? എന്തിന് എന്റെ ഉള്ളിലെ വേദനകൾ എന്താന്ന് പോലും മനസ്സിലാക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ലല്ലോ. ഒന്നും വേണ്ട, ഈ മകന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതെന്താന്ന് മനസ്സിലാക്കാൻ പോലും അമ്മയ്ക്ക് കഴിഞ്ഞില്ലല്ലോ. അമ്മയെ ധിക്കരിക്കാത്ത മകൻ, അമ്മയോട് എതിര് പറയാത്ത മകൻ, അമ്മയോട് സ്നേഹക്കുറവ് കാണിക്കാൻ പറ്റാത്ത മകൻ. പക്ഷെ എന്റെ മനസ്സ് ഇതിനെല്ലാം തയ്യാറായി നിൽക്കുമ്പോ ഞാനിപ്പോ എന്താ വേണ്ടതമ്മേ? എന്താ വേണ്ടേ? ഉള്ളിൽ അമ്മയോടുള്ള ദേഷ്യം ഒളിപ്പിച്ചു വെച്ചോണ്ട് അമ്മയ്ക്ക് മുമ്പിൽ സ്നേഹം അഭിനയിക്കാൻ എനിക്ക് ആവില്ല. അങ്ങനെ ചെയ്യാനേ ഇത് നാടകവും സിനിമയൊന്നുമല്ല, എന്റെ ജീവിതമാ. എന്റെ ജീവിതം. എന്റെ മുന്നിലോ എന്നെ പ്രസവിച്ചിട്ട് എന്റെ അമ്മ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങാ. എന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാത്തവരോടുള്ള വെറുപ്പം വെച്ചോണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ടാ രാഘവേട്ട, അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണെന്ന്. പോട്ടെ, അവൻ പോട്ടെ, അവൻ പോട്ടെ. അയ്യോ, അവന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കുന്നില്ലല്ലോ. അവൻ പോട്ടെ, അവന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് അവൻ ജീവിക്കട്ടെ. ഈ തള്ളക്കോഴിക്ക് എല്ലാ കാലവേ അതിന് ചെറിയ അടിയിൽ അതിന്റെ കുഞ്ഞുങ്ങളെ തടുത്തു നിർത്താനാവില്ലല്ലോ. സ്വന്തം ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കാറാകുമ്പോ തള്ളക്കോഴി തന്നെ കൊത്തി ഓടിക്കും. പക്ഷേ നീ കുത്തി ഓടിക്കത്തില്ല. മറ്റൊരു രീതിയിൽ നീ അവനെ കൊത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. പോയിക്കോട്ടെ, പോയിക്കോട്ടെ അവൻ. രോഹിത്, പറയണ, അവനോടൊന്നും പറയണ, അമ്മ വിട്ട് പോലെന്ന് പറയണ. എന്നിട്ട് എന്തിനാ സത്യമ്മേ? വിഷ്ണുപ്രഭയുടെ ജീവിതം നശിപ്പിച്ചതിൽ ഒരാളായി ഞാനും പങ്കുചേരാനോ? പോകട്ടെ സത്യമ്മേ, ഇനിയുള്ള നാളുകളെങ്കിലും അവരൊന്നിച്ച് കഴിയട്ടെ. ശാലിനി ഒന്നിച്ച് കഴിയാനല്ലേ സത്യമ്മയ്ക്ക് ബുദ്ധിമുട്ടുള്ളൂ. അവര് മറ്റെവിടെങ്കിലും പോയി ജീവിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അവര് ജീവിച്ചോട്ടെ. നമുക്ക് അകലെ നിന്ന് അവരുടെ ജീവിതം നോക്കിക്കാണാം. അകലെ നിന്ന് മാത്രം.